ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ദേവന്മാർ പോലും മർത്യദേഹം കിട്ടാൻ വേണ്ടിയാണ് കുതിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം. നമുക്കൊക്കെ മഹാഭാഗ്യം കൊണ്ടും സുഹൃതാധിക്യത്താലും മർത്യദേഹം കിട്ടി. ഇതറിയണമെന്ന താല്പര്യവുമുണ്ട്. അതിനുവേണ്ടി നാം പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. ഇതിലധികം മഹാഭാഗ്യം വേറെ എന്താണ് വേണ്ടത്? അതിനാൽ ഒരു കവി പറയുകയാണ്, സ്വർഗത്തിൽ മേവുന്നവനും കൊതിപ്പോ മർത്യദേഹം നരകസ്ഥനെപ്പോൽ ഉൾക്കൊണ്ടിടാ മറ്റു ശരീരമേതും വിജ്ഞാനവും ഭക്തിയും അപ്രകാരം. എന്തുകൊണ്ടാണ് മർത്യദേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? ദേവന്മാർ പോലും മനുഷ്യ ശരീരം കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കാരണം? ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ തൻ്റെ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ശരീരങ്ങളിൽ ഏതിലിരുന്നാലും, അതായത് മനുഷ്യേതര ജീവികളിൽ, പക്ഷി മൃഗാദി കൃമികീടാദികൾ ഏത് ശരീരത്തിലിരുന്നാലും തൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. എന്നാൽ മർത്യദേഹത്തിൻ്റെ സംവിധാനം ഇതിലിരുന്നു കൊണ്ട് തൻ്റെ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് എന്നും അത് എങ്ങനെ ഇരിക്കുന്നു എന്നും അനുഭവിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് ഈ ശരീരത്തിൻ്റെ സംവിധാനം. അതുകൊണ്ട് ഇതിലിരുന്നു കൊണ്ട്, ഈ ദേഹം ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടി, ഇതിലിരുന്നു കൊണ്ട് കൃമികീടത്തിലിരുന്ന് ഇഷ്ടം പോലെ വിഷയഭോഗങ്ങൾ അനുഭവിക്കാം. ആ വിഷയങ്ങൾക്ക് വേണ്ടി വിലയേറിയ ഈ മർത്യ ശരീരം ഉപയോഗപ്പെടുത്താതെ അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് എന്നാണ്. കാരണം കുറേ പുണ്യകർമ്മം ചെയ്താൽ സ്വർഗം വരെ എത്തുകയുള്ളൂ. ക്ഷീണേ പുണ്യം മർത്യലോകേ വിശന്തി എന്നാണ്. പുണ്യം ചെയ്ത് സുഖകരമായ ഒരു മണ്ഡലമാണ് സ്വർഗം എന്ന് പറയുന്നത്. പുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും മർത്യലോകത്തിൽ വരണം. ഈ മർത്യലോകത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വേണം അതിനും അപ്പുറത്തുള്ള പരമമായ സ്വതന്ത്രമായ സംതൃപ്തമായ ആനന്ദപ്രദമായ അവസ്ഥയിലേക്ക് എത്താൻ. അത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ വൈഭവം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് മർത്യദേഹത്തിൻ്റെ മഹിമ. സ്വർഗത്തിൽ മേവുന്നവനും കൊതിപ്പൂ, സ്വർഗത്തിൽ വാഴുന്നവനും ഈ കൊതിക്കുന്നു. എന്ത്? മർത്യദേഹം നരകസ്ഥനെപ്പോൾ. ഈ ശരീരത്തിൽ വന്നാൽ ദുഃഖാണ്. അതറിഞ്ഞിട്ടും ഈ മർത്യദേഹം കിട്ടാൻ സ്വർഗത്തിലുള്ളവർ പോലും കൊതിക്കുന്നു. എന്താണതിന് കാരണം? ഉൾക്കൊണ്ടിടാ മറ്റു ശരീരമേതും വിജ്ഞാനവും ഭക്തിയും അപ്രകാരം. വിജ്ഞാനവും ഭക്തിയും, ആത്മജ്ഞാനവും ഭക്തിയും നേടാൻ മറ്റു ശരീരത്തിലിരിക്കുമ്പോൾ സാധ്യമല്ല. അതുകൊണ്ടാണ് മർത്യദേഹം കിട്ടാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പം എത്ര മഹത്തരമായ മഹോന്നതമായ അവസ്ഥയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ ജന്മത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഇത് കിട്ടിയിട്ടും നാം ഇതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സഫലമാക്കി തീർക്കാൻ പറ്റുന്ന വിധത്തിൽ മഹത്തുക്കളെ ആശ്രയിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് മഹോന്നതമായ ഏറ്റവും ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ്. സ്വർഗത്തിൽ മേവുന്നവനും കൊതിപ്പോ മർത്യദേഹം നരകസ്ഥനെപ്പോൾ ഉൾക്കൊണ്ടിടാ മറ്റു ശരീരമേതും വിജ്ഞാനവും ഭക്തിയും അപ്രകാരം.